മർദ്ദനത്തിനിരയായ യുവതിയുടെ അഭിഭാഷകൻ ശ്രീ റെബിൻ വിൽസൺ ഗ്രാലൻ കൂടെ ചേരുന്നുണ്ട്. സർ നമസ്കാരം. നമസ്കാരം. റബിൻ, ഈ പറഞ്ഞതുപോലെ തന്നെ സംഭവത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണമാണ് ആവശ്യം. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കോടതി നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇതിലൂടെയെല്ലാം ഈ ക്രൂരതകളൊക്കെ സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ടോ? മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ ഒരു പ്രതാപചന്ദ്രൻ പോലുള്ള ക്രിമിനലുകൾ വാഴുന്നുണ്ടോ എന്നൊരു അന്വേഷണം പരക്കെ ആവശ്യമല്ലേ? കാരണം എത്രയൊക്കെ നിരപരാധികളും അതുപോലെ തന്നെ എത്രയെത്രയും ദൃശ്യങ്ങളും തെളിവുകളും സഹിതം കൊണ്ടുവന്നാൽ പോലും ഇതൊക്കെ എപ്പോഴും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചില വാർത്തകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന സംഭവമായി മാറുമോ എന്നൊരു സംശയമുണ്ട്. തീർച്ചയായും ഈ പ്രതാപചന്ദ്രൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്പെസിമെൻ മാത്രമാണ്. ഗുണ്ടായുസവും കുറ്റവാളികളുടെ വാസനയുമുള്ള പോലീസുകാരുടെ കേരള പോലീസിലെ ഒരു ചെറിയ ശതമാനത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ മാത്രമാണ് പ്രതാപചന്ദ്രൻ എന്ന് കാണേണ്ടി വരുന്നത്. ഒരു ഐസ് മലയുടെ ഒരു മുനമ്പ് മാത്രമായിട്ട് ഈ വിഷയത്തെ കാണേണ്ടി വരും. കഴിഞ്ഞ 1.5 വർഷമാണ് ഈ ദമ്പതികള് കൃത്യമായ ഒരു വിഷ്വലായിട്ട് ഈ സ്റ്റോറി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ അവർ കാത്തിരുന്നത്. ഈ 1.5 വർഷത്തിനുള്ളിൽ ഒരു പക്ഷേ മാനിപ്പുലേഷൻ നടക്കുന്നു, ടാമ്പറിംഗ് നടക്കുന്നുവെങ്കിൽ ഈ സത്യം ജനത്തിന്റെ മുമ്പിലേക്ക് എത്തില്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയുടെ കേസിന് ഒപ്പം മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് പരിഗണിച്ച ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ കേസിൽ കൂടുതൽ സാക്ഷിമൊഴിയുടെ വിസ്താരങ്ങൾ എടുത്തതിന് ശേഷം ഈ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിലേക്കായി 17-ാം തീയതി ജാനുവരിയിലേക്ക് ഈ കേസ് വെച്ചിരിക്കുകയാണ്. അതിൽ കൂടി ഈ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. ഈ CI പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തുവെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെയുള്ള ക്രിമിനൽ പ്രോസിക്യൂഷൻ പ്രതി എന്ന നിലയിലുള്ള നടപടികളുമായിട്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. അത് ബഹുമാനപ്പെട്ട അഡീഷണൽ CJM കോടതിയിൽ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. ജനുവരി 17-ാം തീയതിയിലേക്ക് കേസ് വെച്ചിരിക്കുന്നു. അന്ന് തുടർന്നുള്ള സാക്ഷിമൊഴികളും മറ്റുമായിട്ട് ഈ സ്വകാര്യ അന്യായത്തിൽ അദ്ദേഹത്തിന് പ്രതിയായ ആൾക്ക് BNS അനുസരിച്ചിട്ട് നോട്ടീസ് അയച്ച് കേസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സെക്ഷൻ 223 അനുസരിച്ചിട്ട് ഇപ്പോൾ മാൻഡേറ്ററി നോട്ടീസാണ് പ്രതിക്ക്, അതിലേക്ക് കടക്കും. എന്നാൽ ഇതിൽ പ്രയറിലെ ഈ സ്വകാര്യ അന്യായത്തില് വളരെ യുണീക്ക് ആയിക്കൊണ്ട് പോലീസിനെതിരെയുള്ള കേസ് പോലീസ് തന്നെ അന്വേഷിച്ചതുകൊണ്ട് കാര്യമില്ല. പകരം BNS വകുപ്പ് 225 പ്രകാരം മജിസ്ട്രേറ്റ് തന്നെ നേരിട്ടിട്ട് ഇൻക്വയറി നടത്തി അതിന്റെ സത്യം കണ്ടെത്തണമെന്ന വാദം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായും പറഞ്ഞു വന്നതുപോലെ തന്നെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ ഒരു വർഷം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കണ്ടതല്ലേ. അപ്പോൾ ഈ ദൃശ്യങ്ങളും തെളിവുകളൊക്കെ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ വെറും ആരോപണങ്ങളായിട്ട് മാത്രം ഒതുങ്ങിയേനെ. അല്ലെങ്കിൽ ഈ പ്രതാപചന്ദ്രനെ പോലുള്ള ആളുകൾക്കെതിരെ പറയാൻ ആ സ്റ്റേഷനിൽ ആരും തന്നെ ധൈര്യപ്പെടില്ലായിരുന്നു. തീർച്ചയായും ഈ തമിഴിലൊരു ചൊല്ലുണ്ട്, പൈത്യക്കാരെ പാക്കണം പൈത്യക്കാരൻ ഡോക്ടർക്ക് പൈത്യം വന്നാൽ ആര് പാപ്പറയും. ഭ്രാന്തിനെ ചികിത്സിക്കേണ്ട ഭ്രാന്തിന്റെ ഡോക്ടർക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, മാനസിക രോഗമാകുന്ന അവസ്ഥ വന്ന് ആര് പിന്നെ ചികിത്സിക്കുമെന്ന്. അതുപോലെയാണ് നിങ്ങൾ സൂചിപ്പിച്ച വേലി തന്നെ വിളവ് തിന്നുന്ന ഈ അവസ്ഥ വന്നിരിക്കുന്നത്. ആ സമയത്താണ് BNSന്റെ പ്രത്യേക വകുപ്പ് അനുസരിച്ചുകൊണ്ട് ഈ വിളവ് തിന്നുന്ന വേലിക്കും അപ്പുറം മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അധികാര പരിധികൾ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് തെളിവെടുക്കാനുള്ള വകുപ്പിന് നമ്മൾ സമമായി പൊതുജനങ്ങൾ നീതിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി ഇനിയും ജനങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇത്തരം വിഷ്വൽ CCTVകൾ ഇവിടെ 10-12 ക്യാമറകൾ പോലീസ് സ്റ്റേഷനിൽ വെക്കുക എന്നല്ലാതെ അതിന്റെ വിഷ്വൽസ് ഒന്നും ക്രിമിനൽ പ്രോസിക്യൂഷനിലേക്ക് കൃത്യമായിട്ട് തെളിവായിട്ട് കൊടുക്കാൻ പോലീസ് ശുഷ്കാന്തി കാണിക്കാത്ത ഒരു ലോകത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിനൊരു മാറ്റം കുറിക്കാൻ ഇന്നലെ മുരളി തുമ്മാരുകുടി സാറൊക്കെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ നമ്മൾ കണ്ടതാണ്. മിനിയാപോളിസ് സംസ്ഥാനത്ത് അമേരിക്കയിലൊക്കെ വിഷ്വൽസ് ആണ് ഒരാളെ പോലീസ് അതിക്രമിച്ച് കൊലപ്പെടുത്തുന്നത് പോലും വെളിച്ചത്ത് കൊണ്ടുവന്നത്. വിവിധ ആംഗിളിലുള്ള വിഷ്വൽസ് സംബന്ധിച്ചിട്ട് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു വിഷ്വൽ സ്റ്റോറിയാണ് സത്യത്തെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത്. അത് ഭരണകൂടങ്ങളെ പോലും പിടിച്ചുലയ്ക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ കേരളത്തിലും CCTV വിഷ്വൽസ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ക്രിമിനൽ വാസനയുള്ള പോലീസുകാരെ നിയന്ത്രിക്കാനും അതിന് കൃത്യമായ അച്ചടക്കബോധം കൊണ്ടുവരാനും ഉപയോഗപ്പെടുത്തുമാറാകട്ടെ. ഈ 1 വർഷം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിലാണ് കോടതി ഇടപെടലിനെ തുടർന്ന് ഈ ദൃശ്യമൊക്കെ ലഭിച്ചത്. അപ്പോൾ ഇതിന്റെ ഒരു നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ യൂണിഫോം ഒന്നും ഇല്ലാതെയാണ്, അതായത് യൂണിഫോം ധരിക്കാതെയാണ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ അതിക്രമം നടത്തിയത്. അപ്പോൾ വലിയൊരു തെറ്റ്, ആ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി അവർ തന്നെ കുറേയധികം പഴുതുകൾ ഉണ്ടാക്കുന്നു. ഈ യുവതിയുടെ ഭർത്താവ് കസ്റ്റഡിയിലാകുന്നു. ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് പോലീസ് തന്നെ ചെയ്തതാണോ? അതൊക്കെ നമ്മൾ സിനിമയിൽ മാത്രം കേട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ്. തീർച്ചയായും സിനിമയിൽ മാത്രം കാണുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കാണുന്നത്. ഇതിലേക്ക് മനസ്സിലാക്കേണ്ടത് ഒരു സ്പെർ ഓഫ് മൊമെന്റിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റിലെ ഒരു മർദ്ദനം സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെതായ രീതിയിൽ മർദ്ദനമേറ്റ അതിജീവിതയായ വ്യക്തിയോട് മാപ്പ് പറയാനും മറ്റുമുള്ള അവസരങ്ങൾ ഉണ്ടായെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതിനപ്പുറമാണ് തന്റെ ഭാഗത്ത് നിന്നൊരു പിഴവ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അധികാരത്തിന്റെ ആ ഒരു ദുഷ്ടലാക്കോടെ അതിന്റെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് പോലീസിംഗിന്റെ ഏറ്റവും മോശം ദൂഷ്യബലങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
വെച്ചുകൊണ്ട് ആ കുടുംബത്തിനും ആ ഭർത്താവിനും ഭാര്യയ്ക്കുമെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു. തന്റെ വനിതാ സഹപ്രവർത്തകരെ പോലും കരുവാക്കിക്കൊണ്ട് അവിടെ അലുമിനിയം ഫാബ്രിക്കേഷനും മറ്റും തല്ലി തകർത്ത്, അത് വിഷ്വൽസിൽ കാണാൻ സാധിക്കും, ഈ പെൺകുട്ടിക്കെതിരെ, ഈ ഷൈമോൾ എന്ന വ്യക്തിക്കെതിരെ അവര് പോലീസ് സ്റ്റേഷനിൽ അതിക്രമം കാണിച്ചു, കുട്ടികളെ, സ്വന്തം കുട്ടികളെ, ഇരട്ട കുട്ടികളെ കയ്യിലുണ്ടായിരുന്നത് താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ കേട്ടാൽ ഏതൊരു കുഞ്ഞു പോലും വിശ്വസിക്കാത്ത കഥകളിലേക്ക് ഒരു ഉളുപ്പുമില്ലാതെ ആ കാര്യങ്ങൾ ഒരു ഡിഫൻസ് ആയിട്ട് പറയുന്ന നിലയിലുള്ള ഒരു പോലീസിങ് നമുക്കിനി വേണമോ, അതോ ഇതില് സംശദീകരണത്തിന്റെ സമയമായോ എന്നതാണ് ഈ കേസിൽ കൂടി പൊതുജനവും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ നിരീക്ഷിക്കുന്നത്. അത് നിയമ സംവിധാനത്തിന്റെ ഒരു സമൂലമായ റീഫോർമേഷനിലേക്ക് നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, വളരെയധികം നന്ദി ശ്രീ റബിൻ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും സംഭവത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണത്തിന് തന്നെയാണ് മർദ്ദനത്തിനിരയായ യുവതി ആവശ്യപ്പെടുന്നത്. അതിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 17-ാം തീയതിയിലേക്ക് പ്രസ്താവന മാറ്റിയിരിക്കുകയാണ്. അതിലൂടെ തന്നെ ഒരു നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.